നമ്മളൊക്കെ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എന്നാൽ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് പരമാവധി ലുക്ക് എങ്ങനെയുണ്ട്, അതുപോലെ അത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സർവീസ് ഹിസ്റ്ററി ഒക്കെ നോക്കും. പക്ഷേ ഒരു കാർ അപകടത്തിൽപ്പെട്ട് ടോട്ടൽ ലോസ് ആയതാണെങ്കിൽ നിങ്ങൾ വാങ്ങുന്നത് ഒരു വണ്ടിയല്ല, ഒരു ടൈം ബോംബാണെന്ന് ഞാൻ പറയും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ടോട്ടൽ ലോസ്, എന്തുകൊണ്ട് അവ വാങ്ങരുത്, ഒപ്പം കാറിന്റെ ബോഡി മെറ്റലർജിയെ കുറിച്ച് നമുക്ക് ഈ എഞ്ചിനീയറിംഗ് ലെവലിൽ ഒന്ന് പരിശോധിക്കുകയും ചെയ്യാം. എന്താണ് ഈ ടോട്ടൽ ലോസ്? ഇൻഷുറൻസ് കമ്പനികളാണ് ഈ ടോട്ടൽ ലോസ് എന്ന പദം ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ വാഹനം ഇൻഷുർ ചെയ്യുന്ന സമയത്ത് അതിനൊരു IDV എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവാറില്ലേ, ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ. ആ ഒരു വാല്യൂവിനാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. ഇതൊരു പുതിയ വണ്ടിക്ക് പരമാവധി മാക്സിമം കിട്ടും, പിന്നെ ഓരോ വർഷം കഴിയും തോറും ഈ IDV കുറഞ്ഞു കുറഞ്ഞിങ്ങനെ വരും. അപ്പൊ ഇൻഷുറൻസ് കമ്പനികൾ ഒരു വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് എത്ര ക്യാഷ് വരുമെന്ന് നോക്കും. റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് വരുന്ന തുക ഈ വാഹനത്തിന്റെ IDVയുടെ 75%-നേക്കാൾ കൂടുതലാണെങ്കിൽ അവരത് റൈറ്റ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ടോട്ടൽ ലോസ് ആയിട്ട് പരിഗണിക്കുകയാണ് ചെയ്യുക. കാരണം ഈ 75% തുകയിൽ കൂടുതൽ ചെലവാക്കിയും കൊണ്ട് അത് റിപ്പയർ ചെയ്തെടുക്കുന്നത് ലാഭകരമല്ല എന്നാണ് അവരുടെ കണക്ക്. കാരണം അത്രയും വർക്ക് അതിൽ ചെയ്യാനുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഒരു 10 ലക്ഷം രൂപ IDV ഉള്ള ഒരു വണ്ടി 8 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി വരികയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അതിനെ ടോട്ടൽ ലോസ് ആയിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. പിന്നെ ഈ വണ്ടി ലേലത്തിൽ വെറും 2 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ ആർക്കെങ്കിലും അവർ വിൽക്കും. അവർ ലേലത്തിന് വെക്കും, ആരെങ്കിലും അത് എടുക്കും. എന്നിട്ട് ഈ എടുക്കുന്നവന്മാരാണ് നമുക്കിട്ട് പണി തരുന്നത്. അവരിത് വലിച്ച് ശരിയാക്കി പുറമെ പോളിഷ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് 6 ലക്ഷത്തിനോ 7 ലക്ഷത്തിനോ കച്ചവടം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങിക്കും. ഇങ്ങനെ വാങ്ങിക്കുമ്പം നിങ്ങൾ ശരിക്ക് വലിയൊരു കുഴിയിലേക്കാണ് ചാടി പോകുന്നത്. ഈ ചളുങ്ങിയ ഭാഗത്തിനെയൊക്കെ നിവർത്താണല്ലോ അവർ ചെയ്യുന്നത്. അതിന് പുള്ളർ മെഷീനൊക്കെ ഉപയോഗിച്ച് ഇതിനെ വലിച്ച് നിവർത്തിയിട്ട് പഴയ ആ ഒരു അവസ്ഥയിലേക്ക് തട്ടി നിവർത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ശരിക്കും അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക്, അതായത് ആ ഒരു പഴയ അവസ്ഥയിലേക്കല്ല ഒരിക്കലും ഈ ഒരു ബോഡി ഭാഗങ്ങളൊന്നും വരുന്നത്. അത് ശരിക്കും കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയാണ് ചെയ്യുക. അതായത് അതിന്റെ ബലം കുറയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ കാണാത്ത ഒരുപാട് മൈക്രോ ക്രാക്കുകൾ അതിൽ വരും. ഈ വിള്ളലുകളൊക്കെ അതിന്റെ സ്ട്രെങ്ത് കുറയ്ക്കുകയാണ് ചെയ്യുക. പിന്നെ പുള്ളർ ചെയ്ത ഭാഗം ശരിയാക്കാൻ ഇവർ കിലോ കണക്കിന് പുട്ടി അവിടെ വാരി തേക്കും. വണ്ടി വെയിലത്ത് കിടക്കുമ്പോൾ ഈ പുട്ടിയെല്ലാം വിണ്ട് കീറി പെയിന്റ് അടർന്നു പോവുകയും ചെയ്യും. അപ്പൊ പുള്ളർ വെച്ച് വലിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തുമ്പോഴും അതിന്റെ ബലം പരമാവധി കൂടുകയല്ല, അതിന്റെ എത്രയോ മടങ്ങ് കുറഞ്ഞ് ഒരു ഒരു ഇമ്പാക്റ്റ് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ വാഹനത്തിന്റെ ബോഡി ഭാഗങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ വളരെ വീക്കായി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വെൽഡിങ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, വെൽഡിങ് ഇപ്പം പണ്ടും ചെയ്യുന്നില്ലേ, വണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഫാക്ടറിയിലും വെൽഡിങ് ചെയ്യുന്നില്ലേ എന്ന്. അവിടെയാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. ഈ ഫാക്ടറിയിൽ വെൽഡിങ് ഇപ്പോൾ മിക്കവാറും ചെയ്യുന്നത്, ഇപ്പോൾ ഉണ്ടാകുന്ന കാറുകളൊക്കെ നമുക്കറിയാം, ടയോട്ട ആണെങ്കിലും മാരുതി സുസുക്കി ആണെങ്കിലും ഉണ്ടായി ആണെങ്കിലും ഇവയുടെ ഒക്കെ ഫാക്ടറിയിൽ വരുന്ന വെൽഡിങ് മിക്കവാറും ചെയ്യുന്നത് റോബോട്ടിക് ആമുകളോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് മെഷീനുകളൊക്കെ ആയിരിക്കും ചെയ്യുക. അതും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത ഒരു എൻവയോൺമെന്റിലാണ് ചെയ്യുക. ആ ഒരു ടെമ്പറേച്ചർ അവിടെ കൺട്രോൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് വെൽഡ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം ആവശ്യമുള്ള അളവിൽ കൃത്യമായ ചൂട് മാത്രമേ നൽകുന്നുള്ളൂ എന്നർത്ഥം. ഇനി അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഒന്നുമായിട്ട് സമ്പർക്കത്തിൽ വരാതെ അവിടെ ഒരു ഓക്സിഡേഷൻ ഉള്ള ഒരു സാധ്യത കൂടെ ഒഴിവാക്കിയിട്ടാണ് ഈ ഫാക്ടറിയിലെ വെൽഡിങ്ങുകളെല്ലാം നടക്കുന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെറ്റലർജിക്കൽ ബാലൻസ് ആണ്. ഇപ്പൊ ഫാക്ടറിയിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ലോഹത്തിന്റെ കെമിസ്ട്രി മാറാത്ത രീതിയിൽ ഫില്ലർ മെറ്റൽസ് വളരെ കൃത്യമായിട്ട് ചേർക്കും. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഷാസിക്ക് ഒരേപോലെ ബലം എല്ലാ സ്ഥലത്തും നൽകാനും സഹായിക്കും. ഈ മെറ്റലർജിക്കൽ ബാലൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ സ്റ്റീലിന്റെ കാര്യം എടുക്കാം. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കില്ലല്ലോ. നമ്മുടെ ശരിക്കുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ തുരുമ്പ് പിടിക്കില്ല. ഇത് തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് ഇതിൽ ക്രോമിയം, നിക്കൽ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ചേർത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ ഖരാവസ്ഥയിലുള്ള ഈ ഒരു ലോഹം, അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഈ മെറ്റൽ അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. ആ സമയത്താണ് വെൽഡിങ് നടക്കുന്നത്. ഇങ്ങനെ ദ്രാവകാവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ള നിക്കൽ, ക്രോമിയം തുടങ്ങിയ സാധനങ്ങളെല്ലാം അതിൽ നിന്നും ആവിയായിട്ട് നഷ്ടപ്പെടും. ഇങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വെൽഡ് ചെയ്ത ജോയിന്റ് ശരിക്കും ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും അതിൽ ആഡ് ചെയ്ത അലോയിങ് എലമെന്റ്സ് ഒക്കെ നഷ്ടപ്പെട്ട് അതിന്റെ പ്രോപ്പർട്ടി പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും ആ ഒരു നഷ്ടപ്പെടുന്ന മെറ്റീരിയൽ എല്ലാം ഫില്ലർ മെറ്റൽസ് ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഫാക്ടറിയിലെ വെൽഡിങ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമ്മൾ വെൽഡ് ചെയ്യുന്നത് വർക്ക്ഷോപ്പുകളിലാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല.
കാരണം അവിടെ വെൽഡ് ചെയ്യുന്നത് സാധാരണ ഒരു അന്തരീക്ഷത്തിലാണ്. ഏത് മെഷീൻ ആണെന്ന് പോലും പറയാൻ പറ്റില്ല. പലപ്പോഴും ഗ്യാസ് വെൽഡിംഗ് ഒക്കെ ചെയ്ത് ഇപ്പോഴും ചിലർ ചെയ്യാറുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി ആർക്ക് വെൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വെൽഡ് ചെയ്യുന്ന ഏരിയ അനിയന്ത്രിതമായിട്ട് ചൂടാവുകയും അതിന്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഈ വെൽഡിങ്ങിന്റെ എഫക്റ്റ് വരികയും ചെയ്യും. അതായത് ആ തൊട്ടടുത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ വീക്കായിട്ട് പോകും. ഈ വെൽഡ് ചെയ്യുന്നതിന്റെ തൊട്ടപ്പുറത്തെ ഭാഗങ്ങളിലൊക്കെ മൈക്രോ സ്ട്രക്ചർ പൂർണ്ണമായിട്ടും മാറും. ആ ഒരു ഏരിയയാണ് നമ്മൾ പറയുക ഹീറ്റ് അഫക്റ്റഡ് സോൺ അല്ലെങ്കിൽ വീക്ക് സോൺ എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ശരിക്കും മാറിപ്പോവാണ് അവിടെ ചെയ്യുന്നത്. ഈ ഷാസിയൊക്കെ നേരെ ആകുന്ന സമയത്ത് ലോഹത്തിന്റെ കനം കുറയുകയും അതുപോലെ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പഴയ ലോഹവും പുതിയ ഫില്ലർ മെറ്റലും തമ്മിലുണ്ടാകുന്ന ആ ഒരു ബോണ്ടിങ് ക്ലിയർ ആയിട്ട രീതിയിൽ, അതായത് മോളിക്കുലാർ ബോണ്ടിങ് കൃത്യമായിട്ട് നടക്കുകയും ചെയ്യില്ല. ഇനി കണ്ടിന്യൂയിറ്റിയും നഷ്ടപ്പെടുകയാണ്. ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സമയത്ത് വണ്ടിയുടെ ഷാസി ഒരു സിംഗിൾ പീസ് കണക്കെയാണ് ഉണ്ടാക്കുന്നത്, ഒരൊറ്റ പീസായിട്ട് ഈ സ്ട്രക്ചർ മുഴുവനായിട്ട്. എന്നാൽ വർക്ക്ഷോപ്പിൽ വെൽഡ് ചെയ്യുമ്പോൾ അത് പല പല കഷ്ണങ്ങളായിട്ട് മാറുകയാണ്. ഒരു ഇടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഘാതം മുഴുവൻ വണ്ടിയിലേക്ക് വ്യാപിക്കുന്നതിന് പകരം എന്തായിരിക്കും, വെൽഡ് ചെയ്ത പോയിന്റുകളിലേക്ക് ഇത് കേന്ദ്രീകരിക്കും. ശരിക്കും വരേണ്ടത് ഈ ഒരു ഇടിയുടെ ആഘാതം ആ ഒരു വണ്ടിയുടെ സ്ട്രക്ചർ പൂർണ്ണമായിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേ അത് ഡിവൈഡ് ചെയ്ത് ഉള്ളിലുള്ള ആളുകൾക്ക് പ്രശ്നമില്ലാത്ത തരത്തിലാവുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ പല പല ജോയിന്റുകൾ വരുന്ന സമയത്ത് ഈ ജോയിന്റുകളിലേക്ക് ഈ ഒരു ആഘാതം കേന്ദ്രീകരിക്കും. അതിനെ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് അതിനെ പറയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ആളുകളുടെ പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള ടാറ്റ നെക്സോൺ ഒരു ടോട്ടൽ ലോസ് ആയ വണ്ടി വീണ്ടും വെൽഡ് ചെയ്ത് വലിച്ച് പുള്ളറൊക്കെ ഇട്ട് വലിച്ച് റെഡിയാക്കിയാലും ഒരിക്കലും അതിന് 5 സ്റ്റാർ സേഫ്റ്റി പിന്നെ കിട്ടില്ല. കാരണം അതിന്റെ സ്ട്രക്ചർ ഒക്കെ മാറി ഇനി ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ ക്ലിപ്പിന്റെ കാര്യം എടുക്കാം. നമുക്ക് പേപ്പർ ക്ലിപ്പ് ആദ്യ തവണ ഒന്ന് വളയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു 2-3 തവണ വളച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ സിമ്പിൾ ആയിട്ട് വളയാൻ തുടങ്ങും. ഇതേ രീതിയിൽ തന്നെയാണ് ഒരിക്കൽ ടോട്ടൽ ലോസ് ആയ വണ്ടി വലിച്ചു നിവർത്തി പുള്ളറൊക്കെ ഇട്ട് വലിച്ചു നിവർത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ. വീണ്ടും ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ചളുങ്ങിപ്പോവും. അതിലുള്ള ആളുകളുടെ സുരക്ഷയെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഫാക്ടറിയിൽ നടക്കുന്ന വെൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എഞ്ചിനീയറിംഗ് ആണ്. അത് വണ്ടിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ ഇതേ കാര്യം വർക്ക്ഷോപ്പിൽ ചെയ്യുമ്പം അത് വെറും ഒരു റിപ്പയർ മാത്രമാണ്. ആദ്യം ചെയ്യുന്ന അത്ര കൃത്യത ഒരിക്കലും അവിടെ ലഭിക്കില്ല. ഫാക്ടറിയിൽ നിർമ്മിച്ച് വെൽഡ് ചെയ്ത ലോഹത്തെ നമ്മൾ വീണ്ടും വെൽഡ് ചെയ്യുമ്പോൾ അതിന്റെ ഫാറ്റീഗ് സ്ട്രെങ്ത് ഒക്കെ കുറയുകയാണ് ചെയ്യുന്നത്. ഫാറ്റീഗ് സ്ട്രെങ്ത് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ലോഡ് താങ്ങാനുള്ള കഴിവ്. ഇപ്പോൾ ഒരു ജോയിന്റിലേക്ക് ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകൾ വരുമല്ലോ. അപ്പോൾ ഒരു കുഴിയിൽ ചാടുമ്പോൾ വളരെ പെട്ടെന്ന് ലോഡ് വരും, വളയുന്ന സമയത്ത് വേറെ രീതിയിൽ ലോഡ് വരും. ഇങ്ങനെ പലതരത്തിലുള്ള ലോഡുകൾ ഒരേ രീതിയിലല്ലാതെ പലതരത്തിൽ വരികയാണ്. ഇതിനെയാണ് നമ്മൾ ഫാറ്റീഗ് ലോഡ് എന്ന് പറയാം. ഇതൊന്നും താങ്ങാനുള്ള കഴിവ് ഒരിക്കലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും, അല്ലെങ്കിൽ അത് കുറയും. ഒരു വാഹനമാകുമ്പോൾ ഫാറ്റീഗ് ലോഡ് നല്ല രീതിയിൽ വരികയും ചെയ്യും. അപ്പൊ അത് ഒരിക്കലും പഴയ രീതിയിലേക്ക് ആക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ വലിയ സ്പീഡിലൊന്നും ഓടിക്കാറില്ല, പിന്നെ എന്തിനാണ് ഷാസിയുടെ ബലത്തിനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ വളരെ പതുക്കെയല്ലേ പോകുന്നുള്ളൂ, ചെറിയൊരു തട്ടൊന്നും തട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ അത്ര സ്പീഡിലൊന്നും പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കാത്ത കുറെ ചെലവുകൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വാഹനം എടുത്തു കഴിഞ്ഞാൽ വരും. അതിലൊന്നാണ് ടയർ വെയർ പറയും. അൺഈവൻ ആയിട്ടുള്ള ടയർ വെയർ ഒരിക്കലും ഒരേ രീതിയിലാവില്ല. ഷാസിയിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും അത് നിങ്ങളുടെ വീൽ അലൈൻമെന്റിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. എത്ര തവണ അലൈൻമെന്റ് ചെയ്താലും വണ്ടി വശങ്ങളിലേക്ക് വലിക്കും. ഇതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ടയറുകൾ ഒരു വശത്തേക്ക് മാത്രം വേഗത്തിൽ തേഞ്ഞു തീരും. സാധാരണ ഒരു 40,000 കിലോമീറ്റർ ഓടേണ്ട ടയർ 15,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നിങ്ങൾ മാറ്റേണ്ടി വരും. ഇതെല്ലാം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പോകുന്ന കാശാണ്. പിന്നെ സസ്പെൻഷന്റെ പ്രശ്നങ്ങൾ, ഷോക്ക് അബ്സോർബറുകൾ, ബുഷുകൾ, ലിങ്ക് റോഡുകൾ, ഇവയിലൊക്കെ അസാധാരണമായിട്ടുള്ള സമ്മർദ്ദം വരും. അത് കാരണം തന്നെ വണ്ടി ഇടയ്ക്കിടെ സർവീസ് സെന്ററിൽ കയറ്റേണ്ട ഒരു അവസ്ഥ വരും. സസ്പെൻഷനൊക്കെ കേടായി കഴിഞ്ഞാൽ വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി പോവും, യാത്ര ചെയ്യാനുള്ള ആ ഒരു സുഖം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. പിന്നെ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, സെൻസർ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതായത് വണ്ടിയുടെ വയറിംഗ് ഹാർനസ് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ഉള്ളിൽ പലയിടത്തും തുരുമ്പ് കയറാനും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട്. വാർണിംഗ് ലൈറ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കത്തും. ഇങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു തലവേദന സൃഷ്ടിക്കാനുള്ള കാരണമായിട്ട് മാറും ഈ ഒരു വണ്ടി. ഇനി നിങ്ങൾ എടുത്ത് പെട്ട് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാലോ, നിങ്ങൾ കഷ്ടപ്പെട്ട് ശരിയാക്കി ഉപയോഗിച്ചാലും വിൽക്കാൻ പോകുന്ന സമയത്ത് ഈ വണ്ടിക്ക് ആരും വില തരില്ല. വണ്ടിയെക്കുറിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തി പോലും ഈ വാഹനം എടുക്കാൻ തയ്യാറാവില്ല. വണ്ടി ശരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡന്റ് ഹിസ്റ്ററി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വാങ്ങിയതിനേക്കാളും വലിയ നഷ്ടത്തിനെ നിങ്ങൾക്ക് അത് വിൽക്കാൻ സാധിക്കുള്ളൂ. ഇൻഷുറൻസിന്റെ ക്ലെയിമും കിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ ചതി. ഇൻഷുറൻസ് കമ്പനികൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ വണ്ടി മുൻപ് ടോട്ടൽ ലോസ് ആയതാണെന്ന്.
അതിനാൽ ഭാവിയിൽ ചെറിയൊരു അപകടം സംഭവിച്ചാൽ പോലും ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. കമ്പനി അത് പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ടോട്ടൽ ലോസ് വാഹനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നതിന്റെ മുമ്പ്, അതായത് യൂസ്ഡ് കാർ എടുക്കാൻ പോകുന്നതിന്റെ മുമ്പ് നല്ല രീതിയിൽ ഇൻസ്പെക്ഷൻ നടക്കണം. OBD സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് എയർ ബാഗ് ഹിസ്റ്ററി ഒക്കെ പരിശോധിക്കുക. അതുപോലെ വണ്ടിയുടെ പാനൽ ഗ്യാപ്പുകളൊക്കെ നോക്കുക. പാനൽ ഗ്യാപ്പ് ഒന്നും നോക്കിയാൽ മനസ്സിലാവില്ല. ഈ തട്ടിപ്പ് ചെയ്യുന്നവന്മാർ ഇതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുക. ഇനി ഇൻഷുറൻസ് ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കുക. എന്തൊക്കെയാണ് ക്ലെയിം ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മാത്രം ചെക്ക് ചെയ്യാതെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ധാരണയുള്ള ഒരു മെക്കാനിക്കിനെയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയോ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെന്ററിലൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയതിന്റെ ശേഷം മാത്രം ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കുക. അതായത് യൂസ്ഡ് കാർ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവാണ് ചെയ്യുക. ചെറിയ വിലക്ക് കിട്ടുന്നുണ്ട് എന്ന് കരുതി ഒരു ടോട്ടൽ ലോസ് വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയെ തന്നെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ടോട്ടൽ ലോസ് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്